കാലിക്കറ്റ് സർവകലാശാലയിൽ അധ്യാപക തസ്തികകൾ കൃത്രിമമായി സൃഷ്ടിച്ച് നിയമനവും അതുവഴി സംവരണ അട്ടിമറിയും നടത്തിയതുമായുള്ള വിവരാവകാശ രേഖകൾ പുറത്ത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയുടെ 4 ഒഴിവുകളിലേക്ക് നിയമനം നടത്തേണ്ടതിന് പകരം അത്ലറ്റിക് അസിസ്റ്റന്റ് പ്രൊഫസർ, കബഡി അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ തസ്തികകളിൽ 1 വീതവും അസിസ്റ്റന്റ് പ്രൊഫസർ ജനറൽ വിഭാഗത്തിൽ 2 തസ്തികകളാണ് സൃഷ്ടിച്ചത്. ഇങ്ങനെയൊരു തസ്തിക നിലവിൽ ഇല്ലെന്ന UGC നിർദ്ദേശം ചൂണ്ടിക്കാട്ടിയിട്ടും ഇതുവരെയും നിയമനം റദ്ദു ചെയ്തില്ലെന്നാണ് പരാതി. UGC റെഗുലേഷൻ പ്രകാരം BPEd കോഴ്സ് നടത്തേണ്ട സ്ഥാപനങ്ങളിൽ വേണ്ട തസ്തികാക്രമം പ്രിൻസിപ്പൽ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സ്പോർട്സ് ട്രെയിനർ, യോഗ ട്രെയിനർ, ഡയറ്റീഷ്യൻ എന്നിങ്ങനെയാണ്. എന്നാൽ 2022 വിവരാവകാശ രേഖയനുസരിച്ച് 2021 നവംബറിൽ കാലിക്കറ്റ് സർവകലാശാല UGC റെഗുലേഷനിലില്ലാത്ത ഖോ-ഖോ, കബഡി, അത്ലറ്റിക്സ് വിഭാഗങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കാൻ വിജ്ഞാപനമിറക്കിയതായും പിന്നീട് നിയമിച്ചതായുമാണ് വ്യക്തമാകുന്നത്. സെന്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മുൻ കോർഡിനേറ്റർ ഡോക്ടർ ധിനു MRന്റെ ശുപാർശയിൽ സർവകലാശാല രജിസ്ട്രാറാണ് തസ്തിക വിജ്ഞാപനം ചെയ്തത്. ധിനു MR എന്ന ഈ മേലധികാരി ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തിയാക്കി തന്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടി കൃത്രിമമായി തസ്തികകൾ ഉണ്ടാക്കുകയും സംവരണ റൊട്ടേഷൻ അട്ടിമറിച്ചുകൊണ്ട് ഒരു പട്ടികജാതി വിഭാഗക്കാരന്റെ അവസരം നഷ്ടപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങൾ ചോദ്യം ചെയ്തതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലെ മേലധികാരികളിൽ നിന്നും എനിക്ക് വളരെയധികം ഹറാസ്മെന്റുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2022 ഓഗസ്റ്റിൽ ആരോപണ വിധേയനായ അധ്യാപകൻ മാതൃസ്ഥാപനമായ കാലടി സർവകലാശാലയ്ക്ക് തിരികെ പോയെങ്കിലും സർവകലാശാലയിൽ ഇല്ലാത്ത തസ്തികയിലെ നിയമനം ഇതുവരെയും റദ്ദ് ചെയ്തിട്ടില്ല. ഫാക്കൽറ്റി നിയമനത്തിലെ അപാകതകൾ കാരണം ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠന വിഭാഗം നടത്തുന്ന BPEd, MPEd കോഴ്സുകൾക്ക് ഇതുവരെയും NCTE അംഗീകാരവും കിട്ടിയിട്ടില്ല. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.